ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് 50 രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 50 രൂപ കിട്ടാനായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. അതിനുശേഷം ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു 50 രൂപ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു 50 രൂപ ഫ്രീ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ തരുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 50 രൂപ തരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. പക്ഷേ അതിൽ മിനിമം വിഡ്രോ വരുന്നത് 100 രൂപയാണ്. നമുക്കതിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ എന്താ പറയുക 50 രൂപയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഒരു 100 രൂപ എന്തായാലും ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ അത് ആദ്യമേ ക്യാഷ് ആഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 100 രൂപ നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു 100 രൂപ പ്ലസ് ആ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയ ഒരു 50 രൂപയും കൂടി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് 150 രൂപ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യമേ പറയുന്നില്ല, നിങ്ങൾ ഒരു 100 രൂപയിൽ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണം, എന്നാലും നിങ്ങൾക്ക് ആ ഒരു 150 രൂപ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഒരു 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ചാനൽ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. പുതിയ ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെയാണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് ആ ഒരു വാട്സപ്പ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾക്ക് ഈ ഒരു 50 രൂപ ഫ്രീ ആയിട്ട് തരുന്നത് കോയിൻസ്വിച്ച് എന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷൻ ഐക്കൺ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഈ ആപ്ലിക്കേഷൻ പറ്റി അറിയാമായിരിക്കും. ഓക്കെ, അപ്പം ഇതിന് ഡൗൺലോഡ് ചെയ്യാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്പാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇവിടെ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്യാൻ ശേഷം ഇവിടെ ആയിട്ട് ഒരു ആരോ ബട്ടൺ കാണാൻ പറ്റും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ OTP എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആയിട്ട് നിങ്ങൾ OTP എൻ്റർ ചെയ്യാൻ ശേഷം ഒരു ആരോ ബട്ടൺ കാണാൻ പറ്റും. അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ഒരു 4 പിന്ന്, അത് UPI പിന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ആ ഒരു UPI പിന്ന് ആ ഒരു പിന്ന് നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ 4 പിന്നാണ് സിമ്പിളായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട് നേരെ ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യാനും സെല്ല് ചെയ്യാനും ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇത് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചിങ് ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിൽ തന്നെയല്ല, മോർ ദാൻ 168 കൺട്രീസിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ 50 രൂപ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇൻവെസ്റ്റ്മെന്റ് വരെ 50 കാണാൻ പറ്റും. നമുക്ക് ബിറ്റ് കോയിലാണ് ആ ഒരു 50 രൂപ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 50 രൂപ നമ്മൾ ഇന്ത്യൻ റുപ്പിയിലോട്ടാക്കും, അതിനുശേഷം വിഡ്രോ ചെയ്യും. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻ മിനിമം വിഡ്രോ വരുന്നത് 100 രൂപയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ 100 രൂപയിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 150 രൂപയാവും ഉണ്ടാവും. 150 രൂപ നമ്മൾ വിഡ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വെരിഫിക്കേഷനായിട്ട് 2 മിനിറ്റ് താഴേക്ക് എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു വെരിഫിക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കാണാൻ പറ്റും ചെറിയൊരു KYC ആണ്. പേടിഎമ്മിലൊക്കെ KYC ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരു KYC ആണ്. ഇപ്പോൾ നമ്മൾ ബേസിക് വെരിഫിക്കേഷൻ കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫുൾ നെയിം കൊടുക്കുക. ഫുൾ നെയിം കൊടുത്തതിന് ശേഷം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പിന്നെ നിങ്ങളെ ഇമെയിൽ കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസിക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പാൻ കാർഡ് വെരിഫിക്കേഷനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പാൻ കാർഡ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. 45 സെക്കൻഡൊക്കെ എടുക്കുള്ളൂ എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ കൊടുക്കുമ്പോൾ കറക്റ്റ് പാൻ കാർഡ് തന്നെ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതായത് ഇമേജസ് ഒന്നും കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തത്, അതായത് നമ്മൾ ബേസിക് വെരിഫിക്കേഷൻ കൊടുത്ത ഒരു നെയിമും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പാൻ കാർഡിലുള്ള പോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പാൻ കാർഡ് ഷുഡ് ബിലോങ് ടു യു, നിങ്ങളുടെ പാൻ കാർഡ് തന്നെ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം പാൻ കാർഡ് അത് സീനില്ല, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഇല്ലാന്നെങ്കിൽ വേറെ ആരും മതി പാൻ കാർഡ്. ഓക്കെ, പക്ഷേ അവരുടെ സെൽഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങളായിട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ശേഷം അവരെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ പാൻ കാർഡും ജസ്റ്റ് ഇവിടെ വെക്കുക. ഓക്കെ, വെച്ചിട്ട് കറക്റ്റായിട്ട് ഫോട്ടോ എടുത്ത് കൊടുക്കുക. ഈ ഫോട്ടോയുടെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 45 സെക്കൻഡ് എടുക്കും. അതിനുള്ളിൽ തന്നെ ആ ഒരു പാൻ കാർഡ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കിട്ടും. അതിനുശേഷം ഐഡൻറ്റിറ്റി കാർഡ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ആ ഒരു ഐഡൻറ്റി കാർഡ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അവർ കംപ്ലീറ്റ് ചെയ്യുക. അവരായിട്ട് നിങ്ങളോട് ചോദിക്കുന്നത്
എന്താ കുറച്ച് ആധാറിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങളത് കംപ്ലീറ്റ് ആയി കൊടുക്കുക. അതുപോലെ തന്നെ സെൽഫിയും കൂടി ചോദിക്കുന്നുണ്ട് ആ ഒരു പാൻ കാർഡിൻ്റെ ആളുടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു സെൽഫിയും ആൾക്ക് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് KYC കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ബിറ്റ് കോയിനാണ് ഒരു 50 രൂപ, നിങ്ങൾക്കും ആ ഒരു ബിറ്റ് കോയിനായിരിക്കും 50 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ് കോയിന് ബൈ ചെയ്യാനും സെല് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതായത് ബിറ്റ് കോയിന് ഇന്ത്യൻ റുപ്പിയിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു KYC കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു KYC ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇന്ത്യൻ റുപ്പിയിലോട്ടാണ് നമ്മൾ 100 രൂപ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ത്യൻ റുപ്പിയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്കിവിടെ അൺലോക്ക് വാലറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ ഡെപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ കാണുമ്പോൾ അൺലോക്ക് വാലറ്റ് എന്നുകൊണ്ട് വരും. അപ്പോൾ നിങ്ങളും KYC കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ KYC കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ആയിട്ട് പേയ്മെൻറ്റ് മെത്തേഡായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് എന്താ Paytm UPI ഒക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾ ഇതിലോട്ട് 100 രൂപ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 100 രൂപ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പറ്റില്ല, കാരണം എൻ്റെ KYC കംപ്ലീറ്റ് അല്ല, എന്നാലും ഞാൻ കാണിച്ചു തരുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്താ 100 രൂപ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഇന്ത്യൻ റുപ്പിയിൽ 100 രൂപ ആഡ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ബിറ്റ് കോയിനിലോട്ട് പോകാം. ഓക്കെ, ബിറ്റ് കോയിൻ കാണാൻ പറ്റും, അതിലോട്ട് പോകാം. അതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെയായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുള്ള എത്ര രൂപയാണെന്നുള്ള ചോദിച്ചിട്ടുണ്ട്. കറണ്ട് വാല്യൂ 50 രൂപയാണ്. ഓക്കെ, 50.57. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. ബൈയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, മിനിമം നമ്മൾ വാങ്ങേണ്ടത് 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, 100 എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, INR എമൗണ്ട് 100 എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ ബൈയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എത്ര BTC ആണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ഓക്കെ, ബൈ നൗ കൊടുത്തു. അതിനുശേഷം ഞാനിപ്പോൾ ബേസിക് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ, KYC കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് ആ ഒരു എമൗണ്ട് നിങ്ങൾ ആ ഒരു 100 രൂപ കൊടുക്കുക. ഓക്കെ, അതെന്ത് ചെയ്യുക, ബൈ ചെയ്യുക. ഓക്കെ, ആ ഒരു 100 രൂപ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ബൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു 100 രൂപയ്ക്ക് ബിറ്റ് കോയിൻ വാങ്ങിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ ബിറ്റ് കോയിനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കറണ്ട് വാല്യൂ 150 രൂപയായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ 150 രൂപയുടെ ബിറ്റ് കോയിൻ നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം എൻ്റെ ഇപ്പോൾ 50 കാരണം ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ 150 ആയിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആയിട്ട് സെല്ല് കാണാൻ പറ്റും. സെല്ല് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയൊരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എൻ്റർ BTC എമൗണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും നിങ്ങൾ എത്ര BTC ഉണ്ടെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു BTC അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫോക്കസ് ആവുന്നില്ല, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഇപ്പം എനിക്ക് ആ ഒരു BTC സെല് ചെയ്യാൻ പറ്റില്ല. മിനിമം സെല് ചെയ്യേണ്ട BTC 0.001 ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു BTC സെല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എത്ര ആണെന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള അത്രയും BTC നിങ്ങളവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. 0.00 അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി കൂടുതലുണ്ടാവും BTC. ഓക്കെ, നിങ്ങൾ 150 രൂപയുടെ ആയിരുന്നു, ഇപ്പോൾ 50 രൂപയുടെ BTC ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക, എൻ്റെ പ്രിവ്യൂസിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ കാണാൻ പറ്റും 1 ഷുഡ് ബി 0.001 ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ അല്ല, നിങ്ങൾക്ക് അങ്ങനെ സെല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു എമൗണ്ട് ഇന്ത്യൻ റുപ്പിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു 150 രൂപ ഇവിടെ അവൈലബിൾ ബാലൻസ് 150 വന്നിട്ട് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ കാണാൻ പറ്റും വിഡ്രോ ബട്ടൺ. അപ്പോൾ നിങ്ങൾ അതിലോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ വിഡ്രോ ചെയ്യുക. കാരണം എനിക്കിപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ KYC കംപ്ലീറ്റഡ് അല്ല. ഓക്കെ, അപ്പം KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വിഡ്രോ എല്ലാ കാര്യങ്ങളും നടക്കും. ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. ഓക്കെ, അതിനെല്ലാത്തിനും നിങ്ങൾ KYC കംപ്ലീറ്റഡ് ആയിരിക്കണം. ഓക്കെ, എന്ത് ചെയ്യുക, ബാങ്ക് ഡീറ്റെയിൽസിൽ പോയിട്ട് IFSC കോഡ് അതുപോലെ അക്കൗണ്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ബാങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ റെഫർ ഏണിംഗ് ഉണ്ട്. ഓക്കെ, ഇതിൽ ഒരാളെ റെഫർ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 രൂപയാണ് കിട്ടുന്നത്. ഓക്കെ, ഒരാളെ റെഫർ ചെയ്താൽ 50 രൂപ. ഓക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ഗിഫ്റ്റിൻ്റെ ഐക്കൺ. അപ്പോൾ എന്ത് അതിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാളെ റെഫർ ചെയ്താൽ 50 രൂപ, ഗിവ് 50 ഗെറ്റ് 50. അതായത് നമ്മൾ ഒരാൾ റെഫർ ചെയ്യുമ്പോൾ അവർക്ക് 50 കിട്ടും. അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ ഒരാൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ റെഫർ ലിങ്കും കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ റെഫർ ലിങ്കും ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നിങ്ങളുടെ റെഫർ ലിങ്ക്. ഓക്കെ, വീഡിയോ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിട്ടേക്കണം എൻ്റെ റെഫർ ലിങ്ക് ഒന്നും അല്ല. ഓക്കെ, അത് ഒഫീഷ്യൽ ലിങ്കാണ്. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ റെഫർ ലിങ്ക്. ഓക്കെ, ഇതെല്ലാം ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പം
അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അവർ നിങ്ങൾക്ക് 50 രൂപ കിട്ടും ഇതൊക്കെ ചെയ്താൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും റെഫർ ചെയ്യുന്ന നിങ്ങൾക്കും 50 കിട്ടും, അപ്പോൾ അവർക്കും 50 കിട്ടും. ഓക്കെ, അപ്പോൾ അവർക്കും 50 കിട്ടും തന്നെ, അവർ 50 കിട്ടുന്നതുകൊണ്ട് തന്നെ അവരും എന്തായാലും ഈ ഒരു ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അവർ KYC കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ഈ 50 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അവർ വെറുതെ ഡൗൺലോഡ് ചെയ്താൽ പോലെ KYC കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് റെഫർ ഏർണിംഗ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളായിട്ട് മുകളിലായിട്ട് കാണാൻ പറ്റും INR സെൻഡ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും 199 രൂപ. ഓക്കെ, ഇവൻ സെൻഡ് ചെയ്ത് എൻ്റെ പേടിഎം ബാങ്കിലോട്ടാണ്. അപ്പോൾ എൻ്റെ പേടിഎം ബാങ്ക് ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് കാണിച്ചു തരാം. INR സെൻഡ് 199 കാണാൻ പറ്റും. അതായത് 10/8/2020, അതായത് 8-ാം തീയതിയാണ് ഇത് വിഡ്രോ ചെയ്തിരിക്കുന്നത്. 16:48, അതായത് 4:48 വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റും. ഓക്കെ, 10-ാം മാസം, അതായത് ഈ ഒരു മാസം 8-ാം തീയതി 4:38. ഓക്കെ, 4:48 ആണെന്ന് തോന്നുന്നു. ഓക്കെ, 4:48. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രൂഫ് കാണിച്ചു തരാം. പേടിഎം ബാങ്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പേടിഎം ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. 8-ാം തീയതി ഒക്ടോബർ എന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ 4:51 കണ്ട് കാണാൻ പറ്റും. ക്യാഷ് ഫ്രീ റിസീവ് ഫ്രം ക്യാഷ് ഫ്രീ എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൂഫ്, 199 രൂപ. ഓക്കെ, ഇതാണ് പ്രൂഫ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒക്കെ കിട്ടും 5 മിനിറ്റിനുള്ളിലൊക്കെ തന്നെ പേയ്മെൻറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ? ഓക്കെ, ഒരു 3 മിനിറ്റിനുള്ളിലാണ് ഒരു പേയ്മെൻറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് റെഫർ ചെയ്തിട്ടൊക്കെ നിങ്ങൾ എല്ലാവരും ഏൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് BTC ഒക്കെ വാങ്ങി ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഭാവിയിൽ അതിൻ്റെ വില കൂടുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം, വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തുടർന്ന് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കി വെക്കാം. അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ടെലിഗ്രാം ചാനലൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.